എല്ലാവർക്കും നമസ്കാരം. CSE ID എടുക്കുന്നതിന് ഇപ്പോൾ IIBF എക്സാം കൂടി പാസ്സാവേണ്ടതുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ആദ്യം CSE ID എടുക്കാൻ ടെക് സർട്ടിഫിക്കറ്റ് മാത്രം മതിയായിരുന്നു. ടെക് എക്സാം ഓൺലൈനായി പഠിച്ച് ഓൺലൈനായിട്ട് തന്നെ ടെക് എക്സാം എഴുതി അത് പാസ്സായി ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് മാത്രം മതിയായിരുന്നു CSE ID ലഭിക്കുന്നതിന് വേണ്ടി. പക്ഷേ കഴിഞ്ഞ നവംബർ മുതൽ CSE ID ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ടെക് സർട്ടിഫിക്കറ്റിനോടൊപ്പം IIBF എക്സാം കൂടി പാസ്സാവേണ്ടതുണ്ട് എന്ന നിബന്ധന വരികയും അതുകൊണ്ട് CSE IDക്ക് വേണ്ടി അപേക്ഷിക്കുന്നവർ ടെക് എക്സാം പാസ്സായ സർട്ടിഫിക്കറ്റ് നമ്പറും IIBF എക്സാം എഴുതി പാസ്സായ സർട്ടിഫിക്കറ്റ് നമ്പറും കൂടി വേണമെന്ന സ്ഥിതിയുണ്ടായി. അങ്ങനെ ടെക് ഓൺലൈനായും IIBF എക്സാം CSE നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും അടുത്ത CSE സെന്റർ അഥവാ CSE അക്കാദമിയുള്ള CSE സെന്റർ വഴി ഓഫ്ലൈനായിട്ടാണ് എഴുതേണ്ടത്. എന്നാൽ ഈ ഒരു എക്സാം വളരെ സിമ്പിളായി സൈറ്റിൽ നിന്ന് തന്നെ ലഭിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ച് ജസ്റ്റ് വായിച്ച് പഠിച്ച് എക്സാം എഴുതി പാസ്സാവുമായിരുന്നു. എങ്കിൽ ഇപ്പോൾ IIBF എക്സാം എഴുതുന്നതിന് RBI വലിയൊരു മാറ്റം വരുത്തിയിരിക്കുകയാണ്. എന്താണ് ആ മാറ്റം എന്ന് നമുക്ക് നോക്കാം. RBIയുടെ പുതിയ നിർദ്ദേശപ്രകാരം IIBF എക്സാം എഴുതുന്നതിന് മുമ്പ് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ അംഗീകൃത പരിശീലന കേന്ദ്രങ്ങൾ വഴി നടത്തുന്ന ബേസിക് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് കോഴ്സ് ഓൺലൈനായി പൂർത്തിയാക്കേണ്ടതുണ്ട്. കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ IIBF എക്സാം എഴുതുന്നതിന് സാധിക്കുകയുള്ളൂ. അതായത് ബേസിക് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് കോഴ്സ് ഓൺലൈനായി പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ ഇനി IIBF എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ. രണ്ട് കാറ്റഗറിയിലാണ് കോഴ്സ് ലഭിക്കുക. ഒന്നാമത്തേത് ബേസിക് കോഴ്സും രണ്ടാമത്തേത് അഡ്വാൻസ്ഡ് കോഴ്സുമാണ്. ബേസിക് കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് ബാങ്ക് BC മുഖേന പണം പിൻവലിക്കൽ, നിക്ഷേപിക്കൽ, മണി ട്രാൻസ്ഫർ തുടങ്ങിയ സേവനങ്ങൾ മാത്രമേ നടത്തുന്നതിന് സാധിക്കുകയുള്ളൂ. അഡ്വാൻസ്ഡ് കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് പണമിടപാട് സേവനങ്ങൾക്ക് പുറമെ അക്കൗണ്ട് ഓപ്പണിംഗ്, ലോൺ ലീഡ് ജനറേഷൻ എന്നിവ കൂടി ചെയ്യാവുന്നതാണ്. CSE മുഖേന BC ആരംഭിക്കുന്നതിന് ഉദ്ദേശിക്കുന്നവര് അഡ്വാൻസ് കോഴ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഈ കോഴ്സ് ഓൺലൈനായും ഓഫ്ലൈനായും ചെയ്യാവുന്നതാണ്. ഓൺലൈനായി ചെയ്യുന്ന ബേസിക് സർട്ടിഫിക്കേഷൻ കോഴ്സിന് കാലാവധി 4 ദിവസമാണ്. അതിന്റെ ഫീസ് 1800 പ്ലസ് GST ആണ്. ഇനി അഡ്വാൻസ് സർട്ടിഫിക്കേഷൻ കോഴ്സിന്റെ കാലാവധി 6 ദിവസമാണ്. ഫീസ് 2700 പ്ലസ് GST ആണ്. കോഴ്സ് ഫീസ് ഓൺലൈനായിട്ടാണ് പേയ്മെന്റ് ചെയ്യേണ്ടത്. കോഴ്സ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഓൺലൈൻ ക്ലാസ് സംബന്ധിച്ച ബാച്ച് ഡീറ്റെയിൽസും പരിശീലനം ആരംഭിക്കുന്ന തീയതിയും ക്ലാസ് ടൈം, രജിസ്റ്റർ നമ്പർ എന്നിവ ഇമെയിൽ മുഖേന അറിയിക്കുന്നതാണ്. കോഴ്സ് മെറ്റീരിയൽ ആവശ്യമുള്ളവർക്ക് ഓൺലൈനായി വാങ്ങാവുന്നതാണ്. നിലവിൽ കോഴ്സ് നടത്തുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെന്റ് എന്ന സ്ഥാപനമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. വെബ്സൈറ്റ് ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. www.niesbud.nic.in. കോഴ്സ് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ്. ഈ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ലിങ്ക് ലഭിക്കുന്നതാണ്. ആ ചാനൽ ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ അറിയിപ്പുകൾ ആ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ വാട്സ്ആപ്പ് ചാനലിൽ അംഗമാവാൻ ശ്രമിക്കുക. ഇതിനോട് ബന്ധപ്പെട്ട മറ്റു ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ്. കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് ലഭിക്കുന്ന രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് CSE കേന്ദ്ര മുഖേന IIBF എക്സാമിന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നേരിട്ട് IIBF എക്സാമിന് നമുക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. കാരണം CSE കേന്ദ്രങ്ങളിലെ അവരുടെ വാലറ്റിൽ നിന്നാണ് അതിനുള്ള ഫീസ് ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്തുള്ള CSE കേന്ദ്രങ്ങൾ സന്ദർശിച്ചുകൊണ്ട് IIBF എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുന്നതിനോടൊപ്പം എക്സാം സെന്ററും തീയതിയും സെലക്ട് ചെയ്യേണ്ടതുണ്ട്. എക്സാം സെന്റർ വരുന്നത് CSE അക്കാദമിയുള്ള CSE സെന്ററുകളാണ്. ജില്ലയിലെ പ്രധാനപ്പെട്ട CSE സെന്ററുകളിലാണ് CSE അക്കാദമി ഉണ്ടാവുക. രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അതിൽ എക്സാം സെന്ററുകൾ ഏതൊക്കെ എന്നുള്ളതും അവരുടെ കോൺടാക്ട് നമ്പറും കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള എക്സാം സെന്റർ ഏതാണ് എന്ന് പരിശോധിച്ച് അവരുടെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് നിങ്ങൾ എക്സാമിന് തിരഞ്ഞെടുക്കുന്ന തീയതി അവരുമായി ഡിസ്കസ് ചെയ്ത് അവർക്കും കൂടി അനുയോജ്യമായ ഒരു ഡേറ്റ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം സെലക്ട് ചെയ്ത CSE അക്കാദമി മുഖേന നിശ്ചിത സമയത്തിനുള്ളിൽ എക്സാം പൂർത്തിയാക്കേണ്ടതാണ്. മിനിമം പാസ് മാർക്ക് 50% ആണ്. ഇവിടെ നമ്മൾ
മനസ്സിലാക്കേണ്ടത് ഒരു കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത പൊതുസേവന കേന്ദ്രം അഥവാ CSE സെന്റർ ആരംഭിക്കുന്നതിന് ആദ്യം ടെക് കോഴ്സ് ഓൺലൈനായി പൂർത്തിയാക്കേണ്ടതുണ്ട്. അതോടൊപ്പം IIBF എക്സാമും 50% മാർക്കോടുകൂടി പാസ്സാവേണ്ടതുണ്ട്. IIBF എക്സാം എഴുതുന്നതിന് മുമ്പ് ഒരു കോഴ്സ് പഠിച്ച് അതിന്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടതുണ്ട്. ആ കോഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ മുമ്പ് സൂചിപ്പിച്ചത്. അത് ലഭിച്ചു കഴിഞ്ഞാൽ ടെക് സർട്ടിഫിക്കറ്റും IIBF സർട്ടിഫിക്കറ്റും കൂടി CSE IDക്ക് വേണ്ടി അപേക്ഷിക്കണം. CSE IDക്ക് വേണ്ടി എങ്ങനെ അപേക്ഷിക്കാം എന്ന ഒരു വീഡിയോ ഈ ചാനലിൽ ലഭ്യമാണ്. അത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഇത്രയുമാണ് CSE IDക്ക് വേണ്ടി എങ്ങനെ അപേക്ഷിക്കാം, അതുപോലെ തന്നെ IIBF എക്സാം ഇപ്പോ പുതിയ നിയമപ്രകാരം എങ്ങനെ എഴുതാം എന്നതിനെക്കുറിച്ച് പറയാനുള്ളത്. ടെക് എക്സാമിനുള്ള കോഴ്സിന് ഈ സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ടെലി സെന്റർ എന്റർപ്രണർ കോഴ്സ്. ഈ വെബ്സൈറ്റിൽ കയറി ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ കൊടുത്ത് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രെയിനിങ് ലഭിക്കും. ആ ട്രെയിനിങ് കഴിഞ്ഞ് 10 എക്സാമുകൾ ഓൺലൈനായിട്ടുണ്ട്. അതിൽ 9 എക്സാം വളരെ സിമ്പിൾ ആണ്. 10ാമത്തെ എക്സാം ക്യാമറയുള്ള ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് മോക്ക് ടെസ്റ്റ് വഴിയാണ് എക്സാം എഴുതേണ്ടത്. ടെക് എക്സാം എഴുതി അതിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ IIBF എക്സാം ആണ് എഴുതേണ്ടത്. IIBF എക്സാം രജിസ്റ്റർ ചെയ്യേണ്ട വെബ്സൈറ്റ് ആണിത്. iibf.org.in എന്ന വെബ്സൈറ്റിൽ കയറിയാണ് IIBF എക്സാമിന് വേണ്ടി അപേക്ഷിക്കേണ്ടത്. ഇത് CSE സെന്റർ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. ഇത് അപേക്ഷിക്കുന്നതിന് മുമ്പ് ഇവിടെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇത് അപേക്ഷിക്കുന്നതിന് മുമ്പ് NIESBUD എന്ന വെബ്സൈറ്റിൽ കയറി ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. 2 തരത്തിലുള്ള കോഴ്സാണ്, അഡ്വാൻസ്ഡ് കോഴ്സും ബേസിക് കോഴ്സും. ഏതെങ്കിലും ഒരു കോഴ്സ് തിരഞ്ഞെടുത്ത് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്ത് ട്രെയിനിങ് കഴിഞ്ഞാൽ അതിന്റെ നമ്പർ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് IIBF എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഇപ്പോൾ പുതിയ മാറ്റം വന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതുപോലുള്ള പുതിയ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്ത് സപ്പോർട്ട് നൽകുക. അതുപോലെ ഞങ്ങളുടെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആ ചാനൽ വഴി ഞങ്ങൾ പുതിയ പുതിയ വിവരങ്ങൾ അറിയിക്കുന്നതാണ്. തീർച്ചയായും ആ ചാനലിൽ ജോയിൻ ചെയ്യുക. നന്ദി.